കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ ABVP പ്രവർത്തകന് ക്രൂരമർദ്ദനം. SFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ ആദിത്യന് പരിക്കേറ്റു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ABVP സ്ഥാപിച്ച കൊടികളും ബാനറുകളും SFIക്കാർ നശിപ്പിച്ചു. നാളത്തെ ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് ABVP ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. MK വിനോദ്, നിലവിലിപ്പോൾ SFIയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ക്രൂരതകൾ ആവർത്തിക്കുകയാണ്. മറ്റൊരു സംഘടനകളെയും ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലാണ് SFI എന്ന് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. കേരള സർവകലാശാലയിൽ നമുക്കറിയാം, ഒരു കലോത്സവം പോലും സംഘർഷത്തിൻ്റെ കൂത്തരങ്ങാക്കി SFI മാറ്റി. തുടർന്നും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ക്യാമ്പസിൽ അഴിച്ചുവിടുകയാണ് SFI, അല്ലേ? തീർച്ചയായും രാജീവ്, നമുക്കറിയാം കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറയുന്നത് SFIയുടെ കുത്തകയാണ്. ആ ക്യാമ്പസ് എന്ന് പറയുന്നത് അവിടെ വേറൊരു വിദ്യാർത്ഥി സംഘടനയും മത്സരിക്കാൻ പോലും അനുവദിക്കില്ല. ഇത് 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ABVP അവിടെ ഒരു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോലും ABVPക്ക് അവസരം ലഭിക്കുന്നത്. നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ അനുവദിക്കാറില്ല. അവർക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദനം നടത്തുകയൊക്കെ തന്നെ പിന്നീട് സാഹചര്യം. പക്ഷേ ABVPക്ക് ഇത്തവണ ആ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞു. ഇതിന്റെയൊക്കെ വൈരാഗ്യത്തിന്റെ ഭാഗമായാണ് ABVP ക്യാമ്പസിൽ സ്ഥാപിച്ച പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടികളും തോരണങ്ങളും എല്ലാം നശിപ്പിച്ച ശേഷം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ABVP പ്രവർത്തകൻ ആദിത്യനെ കഴിഞ്ഞ രാത്രി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനമേറ്റതിനെ തുടർന്ന് ആദിത്യൻ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാര്യവട്ടം ക്യാമ്പസിൽ SFIക്കെതിരെ മത്സരിക്കാൻ തയ്യാറായി എന്നുള്ള ഒരു വിരോധത്തിന്റെ പേരിലാണ് ABVPയുടെ പ്രവർത്തകർക്ക് നേരെ അക്രമവും അതേപോലെ തന്നെ അവരുടെ കൊടികളും ഇപ്പോൾ നശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത്തരത്തിൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാളത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ABVP കേരള സർവകലാശാല രജിസ്ട്രാറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. രാജീവ്, വിനോദ്, ഈ പോലീസിൻ്റെ പതിവ് സമീപനം തന്നെയാണോ ഈ വിഷയത്തിലുള്ളത്? അതായത് SFI പ്രവർത്തകരോട് എന്നും മൃദു സമീപനമാണ് പോലീസിനുള്ളത്. അതേസമയം തന്നെ മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചാൽ അവർക്കെതിരെ ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഇവിടെയും SFIയോട് മൃദു സമീപനം തന്നെ പോലീസ് തുടരുകയാണോ? തീർച്ചയായും SFIയോട് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പസിനുള്ളിൽ മർദ്ദിച്ചവരാര് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അവിടെ SFIയുടെ 2 ഭാരവാഹികളുടെ പേരുകൾ ചേർത്താണ് ABVP പ്രവർത്തകർ പരാതി നൽകിയിട്ടുള്ളത്. പക്ഷേ അവരെ വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല. ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി ഒരു കേസ് മാത്രം രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ക്യാമ്പസിൽ സംഘർഷാവസ്ഥയുണ്ട്. മറ്റു വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ഈ സാഹചര്യം കണക്കിലെടുത്ത് നാളത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാണ് ABVP രജിസ്ട്രാറോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാജീവ്, യെസ്, കാര്യവട്ടം ക്യാമ്പസിലും SFIയുടെ ഭാഗത്തു നിന്നും ക്രൂരതകൾ ആവർത്തിക്കുകയാണ്. ABVP പ്രവർത്തകനെ ക്രൂരമായി SFI പ്രവർത്തകർ മർദ്ദിച്ചിരിക്കുന്നു. വിശദാംശങ്ങളാണ് വിനോദ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.